സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വെള്ളം കയറുമ്പോൾ അപേക്ഷ ഇങ്ങനെ കൊടുക്കുന്ന പറയും. അതൊന്നും കിട്ടൂല. അപേക്ഷ കൊടുക്കുന്നത് നമ്മുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളില്ലല്ലോ. നമുക്ക് വേറെ എങ്ങാണെങ്കിലും പോയി താമസിക്കാനുള്ള ഇത് അന്നില്ലേ സർക്കാർ ചെയ്തു തന്നെ. നമ്മൾ ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ജീവിക്കാനേ പറ്റുള്ളൂ. ജിയോ ബാഗ് പറയുന്നുണ്ട്. ആ ജിയോ ബാഗ് ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. അതിന്റെ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട്. മറിച്ചാന്നൊക്കെ വന്നാണ് ഇവിടെ മെമ്പർമാരും മറ്റുള്ളവരും വന്ന് പറയണത്. അല്ലാണ്ട് വേറെ ഒരു നടപടിയൊന്നും ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. നമസ്കാരം, ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിലെ നായരമ്പലം പുത്തൻകടപ്പുറത്താണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി കടലാക്രമണം കൊണ്ടുണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള തീരദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ചെല്ലാനം പോലെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന കടൽക്ഷോഭത്തിന് പരിഹാരം കാണാൻ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നായരമ്പലം പ്രദേശത്തെ തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. അതേ സാഹചര്യം തന്നെ, കാരണം ഒരു കടൽ ഭിത്തി ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് വർഷകാലത്ത് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചേട്ടാ നമസ്കാരം. എന്താണ് അവസ്ഥ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? വളരെ ഭീകരമാണ്. ഈ കടല് ഏത് നിമിഷവും ഈ അമ്പലത്തിനെ തകർക്കാവുന്ന രീതിയിലാണ് കടൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇവിടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയാണ് കുറച്ച് ചാക്ക് കൊണ്ടുവന്ന് അത് ഞങ്ങളോട് വന്ന് വാട വെക്കാൻ പറഞ്ഞ് അത് ഞങ്ങൾ രാവിലെ തുടങ്ങി വാട വെച്ച് ഈ മറ്റേ ചീറ്റിട്ട് പോയി വെച്ച് അതിന്റെ മുകളിൽ JCB വന്നതിന് ശേഷം കുറച്ച് മണ്ണിട്ട് ആ മണ്ണ് രണ്ട് കടലിൽ വന്നപ്പോൾ ആ മണ്ണ് മുഴുവനും ഇങ്ങനെ പോകുന്നു. ഇനി ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നാൽ ഈ അമ്പലം പോവും, ഈ പ്രദേശവാസികളെല്ലാം വെള്ളത്തിലാവും, നാശനഷ്ടങ്ങൾ പലതും ഉണ്ടാവും. അതിന് ശാസ്ത്രമായ പരിഹാരം ഗവൺമെന്റിന്റെ പക്കൽ നിന്നും എത്രയും വേഗം ഞങ്ങൾക്ക് ചെയ്തു തന്നെമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഈ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ജിയോ ബാഗ് പറയുന്നുണ്ട്. ആ ജിയോ ബാഗ് ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. അതിന്റെ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട്. മറിച്ചാന്നൊക്കെ വന്നാണ് ഇവിടെ മെമ്പർമാരും മറ്റുള്ളവരും വന്ന് പറയണത്. അല്ലാണ്ട് വേറെ ഒരു നടപടിയൊന്നും ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ വീടുകൾക്ക് കടലാക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ഇപ്പോൾ അത് എല്ലാ വീടുകളിലും വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പൊ ഈ പരിസരമായ വീടുകളിൽ എല്ലായിടത്തും വെള്ളമാണ്. ഇവിടെ ഈ ക്ഷേത്രം തകർന്നിട്ടുണ്ടല്ലോ, എപ്പോഴാണ് സംഭവിച്ചത്? അത് ഇന്നലെ ഒരു 10-11 മണിയായപ്പോഴാണ് സംഭവിച്ചത്. ഇന്നലെ തവേലിയേറ്റത്തിന് സംഭവിച്ചാണ്. ക്ഷേത്രം നാഗത്തറയും പ്രതിഷ്ഠകളേക്കാം ഒഴുകിപ്പോയി. അമ്പലത്തിലുള്ള പാത്രങ്ങളെ കുറെ ഒഴുകിപ്പോയി. അമ്പലത്തിനകത്ത് ചെള്ള കയറി എല്ലാം നാശനഷ്ടമായിട്ട് കിടക്കുകയാണ്. ചേട്ടാ, ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷ? ഭാഗത്തെന്ന് വെച്ചാൽ MLA പറയണത് ഇവിടെ ജിയോ ബാഗ് വന്ന് വെച്ച് ബാക്കി ഇവിടെ ഫില്ല് ചെയ്യാന്നാ പറയണത്. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ കരിങ്കല്ലുകൊണ്ടുള്ള ഭിത്തിയാണ്. ഓൾറെഡി ശിവാള അവിടെ ഇപ്പുണ്ട്. അത് ബലപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ജോയിന്റ് ചെയ്താൽ മാത്രം നമുക്ക് ഈ വെള്ളക്കയറ്റത്തിന് തടസ്സമുള്ളൂ. അതിൽ MLA ഇങ്ങോട്ട് തിരിഞ്ഞും കൂടെ നോക്കാറില്ല. MLAയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം എന്താണ് ഇവിടെ വെള്ളം കയറുന്ന ആൾക്കാർ ഇവിടെ കിടപ്പണ്ട ചത്ത എന്നൊന്നും MLA നോക്കാറുമില്ല, പിടിക്കാറുമില്ല. ഇത് ഒരു ഭാഗം നോക്കുമ്പോ വെച്ചാൽ മറ്റുള്ളവർ ഒരു രാഷ്ട്രീയം കളിക്കാണ്. ഇവിടെ പഞ്ചായത്തിന്റെ ഇതില് ഇതൊരു സാമുദായിക അമ്പലമാണ്. 10-200 മെമ്പർമാരുള്ള ഒരു അമ്പലമാണ്. ഇങ്ങാടൊരു പഞ്ചായത്തിൽ നിന്ന് അവര് വെള്ളം കയറുമ്പോ കുറച്ച് ചാക്ക് കൊണ്ടുവന്ന് തരും. എന്നിട്ട് മണ്ണറച്ച് വെക്കാൻ പറയും. അന്നേരത്ത് മണ്ണുണ്ടാവൂല, ഒരു JCB വിട്ട് തരും. ഇതാണ് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. ചേട്ടാ, കേരളത്തിൽ പല പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഈ കടലാക്രമണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന് പരിഹാരം കാണാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല. ഈ പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നു? ശരിക്കും ഇന്നലെ വില്ലേജിൽ നിന്ന് ഇവിടുത്തെ ഈ സഭയുടെ പ്രസിഡന്റ് പോയി വില്ലേജ് ഓഫീസർ വിളിച്ചുകൊണ്ട് വന്നാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞാണ് അവര് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് ചാക്കും ഇതും ഇന്നലെ വൈകുന്നേരം എത്തിച്ചിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങളോടും സമൂഹത്തിനോടും സർക്കാരിനും പഞ്ചായത്തിനും ഒരു അനുഭവവും ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ കിടക്കുന്നവരുടെ ജീവൻ നമ്മൾ തന്നെ സംരക്ഷിക്കണം. ഒരു ഇത്തരം വെള്ളം കയറിയിട്ട് ഒരു വില്ലേജിൽ നിന്നോ ഒരു പഞ്ചായത്തിൽ നിന്നോ വന്നുകൊണ്ട് ഒരു ക്യാമ്പിലേക്ക് മാറാൻ പോലും നമ്മളോട് ഇതുവരെ അവരാവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഇതിൽ നിൽക്കുന്നവർ ഇതുവരെ വന്നല്ല. ഒന്നിലെ കളക്ടർ അല്ലെങ്കിൽ തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ പോയി ഇവിടുത്തെ സഭയുടെ പ്രസിഡന്റ് വിളിച്ചുണ്ടോന്നാണ് സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വെള്ളം കയറുമ്പോൾ അപേക്ഷ ഇങ്ങനെ കൊടുക്കുന്ന പറയും. അതൊന്നും കിട്ടൂല. അപേക്ഷ കൊടുക്കുന്നത് നമ്മുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളില്ലല്ലോ.
നമുക്ക് വേറെ എങ്ങാണെങ്കിലും പോയി താമസിക്കാനുള്ള ഇത് അന്നില്ലേ സർക്കാർ ചെയ്തു തന്നെ. നമ്മൾ ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളാണ്, നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ജീവിക്കാനേ പറ്റുള്ളൂ. അത്രയും ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. വില്ലേജിന്റെ പഞ്ചായത്ത്, ഇപ്പൊ പഞ്ചായത്ത് വേറൊരു പാർട്ടി ആയിരിക്കണമെങ്കിൽ മറ്റുള്ള പാർട്ടി ആയിരിക്കും. അപ്പൊ അവരുടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഇവിടെ. ഇപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ ഉന്നതമായിട്ട് മുഖ്യമന്ത്രിയാ, MP കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇവിടുത്തെ ഈ ഗ്യാപ്പിലുള്ള ശീവാള്, പുലിമുട്ട്, കരിങ്കല്ല് കൊണ്ട് ഭിത്തി, സംരക്ഷണ ഭിത്തി നമുക്ക് റെഡിയാക്കി തന്നെ. എന്നാലും മാത്രം ഞങ്ങൾക്ക് ഇവിടെ ഇനി പൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ക്ഷേത്രമുണ്ട്, ഒരു സമുദായത്തിന്റെ ക്ഷേത്രമാണ്. അപ്പൊ ഇത് വലിയ പ്രതിസന്ധിയാണ് വർഷങ്ങളായിട്ട്. പ്രതിസന്ധിയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ 3 ആഴ്ചയോളമായി ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയിട്ട് നമ്മൾ പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ ആകുമ്പോന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യം കൂടെ നോക്കാം. നമ്മ ആരോട് പറയും? സർക്കാരിനോടല്ലേ നമുക്ക് പറയാനുള്ളു. ഒരു സ്ഥല MLA ഉണ്ട്, സ്ഥല MLA ഇങ്ങോട്ട് തിരിഞ്ഞും കൂടെ നോക്കിയിട്ടില്ല. വൈപ്പിന്റെ MLA ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞും കൂടെ നോക്കിയിട്ടില്ല. CPM-ന്റെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഈ ആള്. ഇനി പറയാനുള്ളത് ഹൈബിയുടെ MP എന്നോടാണ്. MP-എങ്കിലും ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം, അതായത് ഒരു വീട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ പണിയെടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. അപ്പൊ സർക്കാരും എല്ലാവരും കൂടെ നമുക്ക് വേണ്ടി ഇത് എന്താന്ന് ചെയ്തു തരാം. ആരെയും കുറ്റം പറയാനല്ല, പക്ഷെ ആരും തിരിഞ്ഞു നോക്കാത്തൊരു വിഷമം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ചേട്ടാ നമസ്കാരം. ചേട്ടാ എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രശ്നം അനുഭവിച്ചു? ഞങ്ങൾ ഒരുപാട് വർഷമായി. ഇപ്പൊ ഞാൻ മത്സ്യമായിട്ട് കടലിൽ പോകണത് ഞാൻ ഒരുപാട് വർഷമായി. ഇവിടെ ഈ കടപ്പുറത്ത് ആരും ഒന്നും ചെയ്യലില്ല. വലിയ ബുദ്ധിമുട്ടിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒരുപാട് ഇത് പുലിമുട്ടല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. പുലിമുട്ട് തന്നെ വേണം. പറയുന്ന സമയത്ത് അവരെന്താ പറയുന്നത്? അവര് പറഞ്ഞത് പുലിമുട്ട് തരാ എന്ന് പറഞ്ഞത്. പുലിമുട്ട് തരാന്ന് പറഞ്ഞത്. പുലിമുട്ട് തരും. ഇത് മത്സ്യഗ്രാമമാണ്, മറ്റാണ് അവര് പറഞ്ഞത്. തരാന്ന് പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ പുലിമുട്ട് മാത്രമാണോ? പുലിമുട്ട് മാത്രമല്ല, ശാശ്വത പരിഹാരം എന്ന് പറയണ ഇവിടെ കൽവിറ്റ് സ്ട്രോങ് ആക്കുക, പിന്നെ അതിൻ്റെ ഇടയിൽ പുലിമുട്ടിട, ഈ ചെല്ലാനം മോഡല് ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ കടവിലേക്കുള്ള വെള്ളം കയറ്റമൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഈ സർക്കാർ പറയല്ലാണ്ട് ചെയ്യലില്ല. ഒരു ദുരന്തം വരുമ്പോഴാണ് അവർ ഇതിനെ തിരിഞ്ഞു നോക്കണത്. അതിക്ക് മുമ്പ് നമ്മ അവരോട് പറയാവുന്നത് അത്ര സഭക്കാരായാലും മറ്റുള്ളവരായാലും ഓരോ സ്ഥലത്ത് വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഏപ്രിൽ മാസം നമ്മൾക്ക് ഇവിടുത്തെ പണികളൊക്കെ തീർത്താൽ മാത്രമേ വെള്ളം കയറാണ്ടിരിക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടും അവര് ആ സമയത്താണ് വന്നത്. വീടുകളിലൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കണം. എല്ലാ വീടുകളിലും വെള്ളം കയറിയതൊക്കെ കിടക്കണേ. ദയനീയാവസ്ഥയാണ്. ഇവിടുത്തെ ജീവിതം തന്നെ ദയനീയാവസ്ഥയാണ്. പിന്നെ നമുക്ക് ഇവിടെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റൂല. മത്സ്യത്തൊഴിലാളികളായാലും നമുക്ക് ഇവിടെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഈ എല്ലാ വന്നോരെ കുറ്റം പറഞ്ഞ് ആരെങ്കിലും വിറ്റ് പോയിട്ടുണ്ടോ? ഒരുപാട് പേര് വിറ്റുപോയിട്ടുണ്ട്, ജീവിക്കാൻ പറ്റാണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട്. ഇതിനൊന്നും ഇടപെടാനുള്ള സർക്കാർ യാതൊരു സംവിധാനങ്ങളും ഒരുക്കിയില്ല. സർക്കാർ 10 ലക്ഷം രൂപ വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാനായിട്ട് 10 ലക്ഷം രൂപ വരാന്ന് പറഞ്ഞാൽ നമുക്ക് മാറി താമസിക്കാൻ പറ്റുമോ? നമുക്ക് കിഴക്കോട്ട് 10 ലക്ഷം രൂപക്ക് 2 സെന്റ് സ്ഥലം കിട്ടൂല. അപ്പൊ 10 ലക്ഷം രൂപ വീട്ടുകാരൊന്നും നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റൂല. അപ്പൊ അതനുസരിച്ചുള്ള സംഖ്യ തന്ന, അല്ലെങ്കിൽ വീട് ഒരു 3-4 സെന്റ് സ്ഥലം മേടിച്ച് ഒരു പെര വെച്ച് തന്നെയാണെങ്കിൽ എല്ലാരും മാറാൻ തയ്യാറാവും. അല്ലാണ്ട് ഈ 10 ലക്ഷം രൂപ സർക്കാർ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഇവിടെ നിന്ന് മാറാൻ പറ്റൂല നമുക്ക്.